നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ആ വീടിനകത്തേക്കോ പുറത്തേക്കോ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല മാഡം. ദാറ്റ് മീൻസ് ഇപ്പൊ അവിടെ ഉള്ളത് ബെഞ്ചമിനും ആ ഒരാൾ മാത്രം അല്ലേ? അതെ മാഡം. വേറെ ഫോഴ്സ് വല്ലതും വേണോ? വേണ്ട മാഡം, ഇത് നമുക്ക് കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ. രണ്ടുപേരുണ്ടല്ലോ. ഏട്ടാ, രണ്ടുപേരും വന്നിട്ട് കുറെ നേരമായോ? ഹേ ഇല്ല, ഇപ്പൊ വന്നേലൂ. ഏട്ടനോടെല്ലാം തുറന്നു പറയാൻ പറഞ്ഞത് ഞാനാ. അക്കാര്യത്തില് ഏറ്റവും വലിയ ശരി അത് തന്നെയാന്ന് തോന്നി. കൽപ്പന എല്ലാം എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതം ഒരുപാട് കാലം പരീക്ഷിക്കപ്പെട്ടതാ. ഒരു ജീവശവം പോലെ ഞാൻ ഇരുന്ന കാലത്ത് കൽപ്പന എങ്ങോട്ടും പോകാതെ എൻ്റെ കൂടെ തന്നെ ഇരുന്നു എന്ന് പറയുന്നത് ഒരു ജന്മം മുഴുവൻ എനിക്ക് ഇയാളോടുള്ള കടപ്പാടാ. അതെനിക്ക് മറക്കാനൊന്നും പറ്റില്ല. ഒരൊറ്റ ജീവിതമല്ലേടാള്ളൂ, അതും കുറച്ചു നാൾ. അതിങ്ങനെ തമ്മിൽ തല്ലി മുഖം വെറുപ്പിച്ച് കളയണ്ട, സന്തോഷമായി ജീവിച്ചു തീർക്കാം. അതൊക്കെ രാധിക എന്നോട് കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായില്ല. ഏട്ടത്തേക്ക് ഇങ്ങനൊരു മാറ്റം വരുമെന്ന് എനിക്ക് ചിന്തിക്കാനേ ആയില്ല. ഇത് ശരിക്കുള്ള മാറ്റമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? വരണ്ടേ തലയെ തൊട്ട് സത്യം ചെയ്യട്ടെ? ഏയ് വേണ്ട വേണ്ട വേണ്ട. ഈ തലയൊക്കെ പേരില്ലാത്ത സംഭവങ്ങളാ, ഒരെണ്ണേ ഉള്ളൂ. എന്തെങ്കിലും പറ്റിയാലേ എന്റെ ഈ പെങ്കൊച്ചിന് ആരും ഇല്ലാതാവും. ഇപ്പൊ എടുത്ത് കണ്ടോ, വളരെ നിസ്സാര കാര്യങ്ങൾക്കാ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. മറിച്ച് കണിമംഗലത്തെ ഗൂഢാലോചനകൾക്കിടയിലായിരുന്നെങ്കിലോ? എപ്പോഴും കനം പിടിച്ച മുഖം, കുത്തുവാക്കുകൾ, പരസ്പരം കണ്ടാ ശത്രുത, അതല്ലേ ഉള്ളൂ. ശരിയാ രാധികെ, നീ പറഞ്ഞതാ സത്യം. ഈ സിമ്പിൾ ലൈഫ് ഇത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി ഗൗതമിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ഏട്ടൻ തിരിച്ചു വന്ന കാര്യം ഗൗതം അറിഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല, സൂര്യ വരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിലാരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ആ, നീ പറ. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. നിന്റെ ഐഡിയ എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നടപ്പിലാവുന്നവരെ ഏട്ടൻ ഗൗതമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. അത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഓക്കെ. ഈ സംഭവം നടന്നു കഴിഞ്ഞാ ഇനി ഗൗതമിന്റെ ഭീഷണിയെ കുറിച്ച് ഏടത്തി പേടിക്കേണ്ട കാര്യമില്ല. താങ്ക് യു വരുൺ. താങ്ക് യു രാധിക. ഏട്ടൻ എന്തിനാ ഞങ്ങളോട് നന്ദി പറയുന്നേ? ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. ഏട്ടന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായ ഏട്ടനേക്കാളും സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും. കേട്ടേടത്തി, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ നിനക്കാ വാക്ക് തരുന്നേ, എന്റെ അനിയത്തിക്ക്.
എവറിത്തിങ് ഈസ് സേഫ്? യെസ് മാഡം. നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ആ വീടിനകത്തേക്കോ പുറത്തേക്കോ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല മാഡം. ദാറ്റ് മീൻസ് ഇപ്പൊ അവിടെ ഉള്ളത് ബെഞ്ചമിനും ആ ഒരാൾ മാത്രം അല്ലേ? അതെ മാഡം. വേറെ ഫോഴ്സ് വല്ലതും വേണോ? വേണ്ട മാഡം, ഇത് നമുക്ക് കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, then move. പോയി നോക്ക്. ബോഡി മിടുക്കിയാണല്ലോടി. ഇവിടം വരെ എന്നെ പിന്തുടർന്ന് എത്തണമെങ്കിൽ നിന്റെ മിടുക്കെന്തായാലും അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. ഇത്രയും കാലം എന്നെ പലരും അംഗീകരിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ. പക്ഷേ നിന്നെ പോലെ ഒരുത്തൻ എന്നെ അംഗീകരിക്കുമ്പോ അതിന് മധുരം കൂടുമല്ലോ. ഞാൻ ഗായിക ശ്യാമയെ കൊണ്ടുപോകാൻ വന്നതാ. അവൾക്ക് കാവലിരിക്കുന്നത് ഈ ബെഞ്ചമിനാണെങ്കിൽ നീ അവളെ കൊണ്ടുപോവില്ല.